നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹരോഹ വരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവ് എന്താച്ചാല് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വീഡിയോക്കുള്ളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വരുന്ന വളർപ്പിറ പഞ്ചമി അപ്ഡേറ്റ് പറയാം. മാർച്ച് മാസം 23-ാം തീയതി തിങ്കളാഴ്ചയാണ് പഞ്ചമി തിഥി വരുന്നത്. പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 22/3/26 ഞായറാഴ്ച രാത്രി 9 മണി വരെയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ ചാനല് പിന്തുടർന്ന് വരുന്നവർക്ക് ഓൾ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ്, നിങ്ങൾക്കും ചേരണച്ചാല് വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്വിച്ച് വേർഡ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് വന്നിട്ട് ഫസ്റ്റ് വൺ നോക്കിക്കോളും. ഒരു ചില നേരത്തില് നിങ്ങൾക്ക് ലൈഫ് ഒത്തിരി ഡള്ളായിട്ട് പോകുന്നെന്ന് തോന്നുന്നില്ലേ? മനസ്സിൽ കരുതുന്നത് എതുവുമേ അത് കറക്റ്റായിട്ട് നടക്കുന്നില്ല, ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. എത്ര നമ്മൾ ശ്രമിച്ചിട്ടും എത്ര സ്റ്റെപ്പ് എടുത്താലും പഴയപടി തന്നെ തിരിച്ചു വരുന്നത് പോലെ ഇരിക്കും. ശരിയല്ലേ? നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനേ പറ്റുന്നില്ല. ലൈഫില് ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാനാവാത്ത മാതിരി ഇരിക്കുന്ന ഒരു സിറ്റുവേഷന്. ലൈഫില് ഒരു ലൈറ്റ് ഇല്ല, ദാറ്റ് മീൻസ് ഒരു വെളിച്ചം നമുക്ക് വരുന്നതേ ഇല്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് എന്ത് ചെയ്തിട്ടും നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ ഒന്നുമേ നടക്കുന്നില്ല. ഭയങ്കര ബോറിംഗ് ആയിട്ട് ഒരു വളർച്ചയില്ലാതെ ലൈഫ് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അങ്ങനെയുള്ളവര് ഞാൻ ഈ പറഞ്ഞു തരുന്ന സ്വിച്ച് വേർഡ് നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല് കണ്ണുകൾ അടച്ച് ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, എന്നിട്ട് ലൈഫില് ഒരു നല്ല മാജിക് നടക്കണമെന്ന് കരുതി ഒരു 21 ടൈംസ് 21 തവണ നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് ചാൻറ്റ് ചെയ്തോളുക. സ്വിച്ച് വേർഡ് ഇതാണ്, എഴുതി വെച്ചോളുക. ക്രിയേറ്റ് എലോൺ ടുഗദർ മാജിക് മാരിഗോൾഡ്. ക്രിയേറ്റ് എലോൺ ടുഗദർ മാജിക് മാരിഗോൾഡ്. ക്രിയേറ്റ് എലോൺ ടുഗദർ മാജിക് മാരിഗോൾഡ്. ഇത് നിങ്ങൾ ചാൻറ്റ് ചെയ്യാൻ തുടങ്ങി ഒരു 5 to 6 ഡേയ്സിലെ നല്ലൊരു വലിയ മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും. അത് നിങ്ങൾക്ക് അനുഭവത്തിൽ കൂടെ അറിയാൻ പറ്റും. ലൈഫ് വന്നിട്ട് ഒത്തിരി ഹാപ്പി ആയിരിക്കാൻ ആരംഭിക്കും. എന്നുവെച്ചാല് നമ്മൾ പല കാര്യങ്ങളും ആവശ്യപ്പെടുമ്പോൾ നടന്നു കിട്ടും. അപ്പോ ഒബ്വിയസ്ലി നമ്മുടെ ലൈഫിന് സന്തോഷം വരുമില്ലേ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്ട്രെസ്, ഫെയില്യൂർ, ഡൾനെസ് എല്ലാം മാറ്റി ഈ പവർഫുൾ സ്വിച്ച് വേർഡ് നമ്മളെ അതിന് ഒരു ഉയർന്ന പദവിയിലേക്ക് പോകാൻ സജ്ജരാക്കി എടുക്കും. ശരിയാ? ദെൻ ഗോയിങ് ടു സെക്കൻഡ് വൺ. ഇനി പറയുന്ന സ്വിച്ച് വേർഡ് എന്തിനു വേണ്ടി യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാല്, നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ലയോ, ദാറ്റ് മീൻസ് നിങ്ങൾ വന്നിട്ട് സ്പിരിച്വാലിറ്റി പ്രാക്ടീസിൽ ഇരിക്കുന്നവരുണ്ടാവാം, പിന്നെ വഴിപാടുകള്, പരിഹാരങ്ങള് എന്നിവ ചെയ്തിട്ടിരിക്കുന്നവരുണ്ടാവാം, കോവിലിൽ പോണതെല്ലാം ഒരു റുട്ടീനായിട്ട് വയ്ക്കുന്നവരുണ്ടാവാം, ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവാം, അതുപോലെ ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവാം. ഇതുമാതിരി നിങ്ങൾ ചെയ്യുന്ന സ്പിരിച്വലായ വിഷയങ്ങൾ, അത് കണക്ഷൻസ് വന്നിട്ട് അധികം ഏർപ്പെടുത്താനും അതുപോലെ ക്രൗൺ ചക്ര ആക്ടിവേറ്റ് ചെയ്യാനും ഈ സ്വിച്ച് വേർഡ് നിങ്ങളെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് നന്നായിട്ട് വർക്കൗട്ട് ആവുമെന്ന്. ശരിയാ? ഈ സ്വിച്ച് വേർഡ് വന്നിട്ട് നിങ്ങൾ എത്ര തവണ പറയണമെന്ന് ചോദിച്ചാല് അതിന് ഒരു ലിമിറ്റ് ഇല്ല. അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എത്ര തവണ പറയാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ വന്നിട്ട് നല്ല പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. സോ
നിങ്ങളുടെ ക്രൗൺ ചക്ര ആക്ടിവേഷനും സ്പിരിച്വൽ പ്രാക്ടീസ് ഗ്രോത്തിനും ഈ സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് ധാരാളമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് സ്വിച്ച് വേർഡ്, എഴുതി വെച്ചോളൂ. പ്യുവർ ഡിവൈൻ ഓർഡർ ഓപ്പൺ. പ്യുവർ ഡിവൈൻ ഓർഡർ ഓപ്പൺ. പ്യുവർ ഡിവൈൻ ഓർഡർ ഓപ്പൺ. ഈ സ്വിച്ച് വേർഡ് വന്നിട്ട് നിങ്ങൾക്ക് എഴുതുകയുമാവാം, ചാൻറ്റ് ചെയ്യുകയുമാവാം, ഒന്നും തെറ്റില്ല. എഴുതുമ്പോൾ അതിന്റെ എനർജി ലെവൽ വന്നിട്ട് അധികരിക്കും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കാൻ ആരംഭിക്കും. ശരിയാ? ദെൻ ഗോയിങ് ടു തേർഡ് വൺ. ഈ സ്വിച്ച് വേർഡ് വന്നിട്ട് ഒത്തിരി പേരുടെ റിക്വസ്റ്റഡ് ആയിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് എന്തിനാച്ചാല് ഇപ്പൊ കല്യാണം തടസ്സം അധികമായിട്ട് നേരിട്ട് വരുന്ന ഒത്തിരി പേരെ കണ്ടുവരുന്നുണ്ട്. പാരൻസ് ഒരുപാട് പേര് സങ്കടമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ മോന് എൻ്റെ മോൾക്ക് കല്യാണം നിന്ന മാതിരിയായി പോയി, എത്ര ശ്രമിച്ചിട്ടും എത്ര വഴിപാട് ചെയ്തിട്ടും നടക്കുന്നേ ഇല്ല. ഒത്തിരി നാളായിട്ട് പെണ്ണ് നോക്കുന്നു, പയ്യൻ നോക്കുന്നു, ബട്ട് ഒന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ല. നമ്മള് നിറയെ വഴിപാടും പരിഹാരവും എത്രയോ കോവിലുകളിൽ പോയി ചെയ്തു, എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബലം കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ പരിഹാരവും ചെയ്ത് ഇനി പറയുന്ന ഈ സ്വിച്ച് വേർഡും പറഞ്ഞാല് യൂണിവേഴ്സ് വന്നിട്ട് ഒത്തിരി പെട്ടെന്ന് നിങ്ങളുടെ ആവശ്യം നടത്തി തരും. ദാറ്റ് മീൻസ് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ആവശ്യം വന്ന് പൂർത്തീകരിക്കും. നമുക്ക് കല്യാണം എന്ന ആ ആവശ്യം നടന്നു കിട്ടും. സ്വിച്ച് വേർഡ് ഏതാന്ന് പറയാം. നിങ്ങൾ എഴുതി വെച്ചിട്ട് ഡെയിലിയും ചാൻറ്റ് ചെയ്തോളുക. ഇതിന് പ്രത്യേകിച്ച് ടൈം ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോ ടൈം കിട്ടുന്നുവോ അപ്പോ വാ വിട്ട് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. എന്നാലേ ഇത് പെട്ടെന്ന് നടക്കത്തുള്ളൂ. എഴുതിയാൽ മാത്രം പറ്റില്ല. വാ വിട്ട് നിങ്ങൾ ചൊല്ലണം, ചാൻറ്റ് ചെയ്തിട്ടേ ഇരിക്കണം. കണ്ടിന്യൂസ്ലി ഒരു 21 days ചൊല്ലണം. അതായത് തുടർച്ചയായി 21 ദിവസം നിങ്ങളിത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. സ്വിച്ച് വേർഡ് ഇതാണ്, എഴുതി വെച്ചോളൂ. ബി ഹാഫ് വേ ഡൺ വിത്ത് ഈസ് പോയിന്റ് ഗൈഡ്. ബി ഹാഫ് വേ ഡൺ വിത്ത് ഈസ് പോയിന്റ് ഗൈഡ്. ബി ഹാഫ് വേ ഡൺ വിത്ത് ഈസ് പോയിന്റ് ഗൈഡ്. ഇതാണ് സ്വിച്ച് വേർഡ്. വേറൊന്ന്, ഇത് വന്നിട്ട് കല്യാണം നടക്കേണ്ട പെണ്ണ് പയ്യന് പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ചൊല്ലിക്കൊള്ളുക. അപ്പനും അമ്മയും ഒന്നും ചൊല്ലാൻ പാടില്ല. മീൻസ് നമുക്ക് വേണ്ടി നമ്മുടെ അച്ഛനും അമ്മയും ചൊല്ലാൻ പാടില്ല. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചൊല്ലിക്കൊള്ളുക. കല്യാണം കഴിയാത്ത പെണ്ണോ പയ്യനോ ചൊല്ലിക്കൊള്ളുക. പെട്ടെന്ന് കല്യാണം നടക്കും. ബലം നമ്മുടെ കൈവെള്ളയിൽ എന്ന് പറയുന്ന മാതിരി പെട്ടെന്ന് കാര്യം നടന്നു കിട്ടുകയും ചെയ്യും. ഓർത്തോളുക, നമുക്ക് വേണ്ടി വേറൊരാള് ഇത് ചാൻറ്റ് ചെയ്താല് വർക്കൗട്ട് ആവത്തില്ല, ബലം കിട്ടില്ല. ശരിയാ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.